ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 33 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 34-35 ശ്ലോകങ്ങൾ നോക്കാം. 34-ാമത്തെ ശ്ലോകം. മൃത്യോർസർവഹരശ്ചാഹം ഉത്ഭവശ്ച ഭവിഷ്യതാം കീർത്തിശ്രീർവാക്ച നാരീണാം സ്മൃതിർമേധാധൃതി ക്ഷമാ. അഹം ഞാൻ, സർവഹരഃ മൃത്യുശ്ച സർവസംഹാരകനായ മൃത്യുവും, ഭവിഷ്യതാം ഉത്ഭവശ്ച ഉണ്ടാകുന്നവയുടെ ഉത്ഭവസ്ഥാനവും, നാരീണാം സ്ത്രീകളുടെ, ശ്രീവാക്ച സൗന്ദര്യവും സംഭാഷണ ചാതുര്യവും, കീർത്തി സ്മൃതി മേധാ ധൃതി ക്ഷമ കീർത്തിയും ഓർമ്മശക്തിയും ബുദ്ധിയും ധൈര്യവും ക്ഷമയും ഞാനാകുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളുടെ തുടർച്ച തന്നെയാണ്. ഇവയിലെല്ലാം താൻ തന്നെയാണ് ഇവയിലൂടെയെല്ലാം വർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സർവസംഹാരകനായ മൃത്യുവാകുന്നു. അതുപോലെ ഉണ്ടാകുന്നവയുടെ എല്ലാം ഉത്ഭവസ്ഥാനമാകുന്നു. അതായത് എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനവും ഞാനാകുന്നു. അതുപോലെ സ്ത്രീകളുടെ സൗന്ദര്യവും അവരുടെ സംഭാഷണ ചാതുര്യവും അതും ഞാനാകുന്നു. അതുപോലെ കീർത്തി, അതായത് യശസ്സ്, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ധൈര്യം, ക്ഷമ, ഇത്തരത്തിലുള്ള ഗുണവിശേഷങ്ങളും ഞാൻ തന്നെയാകുന്നു. മൃത്യുവും ഞാനാകുന്നു, ഉത്ഭവവും ഞാനാകുന്നു. അതായത് സൃഷ്ടാവും ഞാനാകുന്നു, അതിനെ സംഹരിക്കുന്ന ആളും ഞാൻ തന്നെയാകുന്നു. സൃഷ്ടിയും സംഹാരവും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ജനനവും മരണവും ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. സ്ത്രീകളുടെ സൗന്ദര്യവും വാക്ചാതുര്യവും ഞാനാകുന്നു. നമുക്കറിയാം, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ശരീര സൗന്ദര്യവും വാക്ചാതുര്യവും ഉള്ളവരാണ്. അപ്പോൾ ആ കഴിവുകളും ഞാനാകുന്നു, അഥവാ അവരുടെ ആ ഗുണവിശേഷങ്ങളും ഞാനാകുന്നു. അതുപോലെ യശസ്സ്, അതായത് കീർത്തി, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ധൈര്യം, ക്ഷമ തുടങ്ങിയ മനുഷ്യനുള്ള ഈ ഗുണവിശേഷങ്ങളും ഞാൻ തന്നെയാകുന്നു. അപ്പോൾ ഈ വസ്തുക്കൾ മാത്രമല്ല, ഓരോ ഗുണവിശേഷങ്ങൾ പോലും തൻ്റെ തന്നെ പ്രതിച്ഛായകളാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. 35-ാമത്തെ ശ്ലോകം. ബൃഹത് സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. തഥാ അതുപോലെ, സാംനാം സാമങ്ങളിൽ, അതായത് സാമവേദ സൂക്തങ്ങളിൽ, ബൃഹത് സാമഃ ബൃഹത് സാമവും, ഛന്ദസാം ഛന്ദസ്സുകളിൽ, ഗായത്രി ഗായത്രിയും, അഹം ഞാനാകുന്നു. മാസാനാം മാസങ്ങളിൽ, മാർഗശീർഷഃ മാർഗഴിയും, ഋതൂനാം ഋതുക്കളിൽ, കുസുമാകര വസന്തവും, അഹം ഞാനാകുന്നു.
അതുപോലെ സാമവേദ സൂക്തങ്ങളിൽ ബൃഹത്സാമം ഞാനാകുന്നു. ഛന്ദസ്സുകളിൽ ഗായത്രിയും ഞാനാകുന്നു. മാസങ്ങളിൽ ഞാൻ മാർഗഴിയാകുന്നു. ഋതുക്കളിൽ ഞാൻ വസന്തവുമാകുന്നു. വേദങ്ങളിൽ വച്ച് താൻ സാമവേദമാണ് എന്ന് ഭഗവാൻ മുൻപ് പറഞ്ഞു. ഇനി സാമവേദ സൂക്തങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ബൃഹത്സാമം. അപ്പോൾ ആ സാമവേദ സൂക്തങ്ങളിൽ വച്ച് താൻ ബൃഹത്സാമമാകുന്നു. സംസ്കൃത ശ്ലോകങ്ങളിൽ വച്ച് അലംഘ്യങ്ങളായ വൃത്തവും കാവ്യശോഭയും ഉച്ചാരണത്തിൽ കൃത്യമായ മാത്രകളും ആരോഹണ അവരോഹണ നിഷ്കർഷയും പാലിക്കുന്നവയാണ് ഛന്ദസ്സുകൾ എന്ന് പറയുന്നത്. അതിന് കൃത്യമായ വൃത്തമുണ്ടായിരിക്കണം, കാവ്യശോഭയുണ്ടായിരിക്കണം, ഉച്ചാരണത്തിൽ കൃത്യതയുണ്ടായിരിക്കണം, അതിന് മാത്രകൾ ഉണ്ട് ആ ചൊല്ലുന്നതിൽ. ആരോഹണ അവരോഹണ നിഷ്കർഷയൊക്കെ പാലിക്കുന്നവയാണ്. അങ്ങനെയുള്ള കാവ്യങ്ങളാണ് ഛന്ദസ്സുകൾ എന്ന് പറയുന്നത്. അവയിൽ വച്ച് ഏറ്റവും പവിത്രമായ ഛന്ദസ്സാണ് ഗായത്രി മന്ത്രം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഛന്ദസ്സുകളിൽ വച്ച് ഞാൻ ഗായത്രിയാകുന്നു. ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നതാണ് ഗായത്രി. ആരാണോ അതിനെ ജപിക്കുന്നത് അവനെ ത്രാണനം ചെയ്യുന്ന, പുണ്യവാനാക്കി തീർക്കുന്ന ആ കാവ്യമാണ് ഗായത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഛന്ദസ്സുകളിൽ താൻ ഗായത്രിയാകുന്നു എന്ന് പറയുന്നു. എവിടെ ഗായത്രി ജപിക്കുന്നുവോ അവിടെ ഭഗവാൻ സ്വയം സന്നിഹിതനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര പ്രാധാന്യമാണ് ഗായത്രി മന്ത്രത്തിനുള്ളത്. മാർഗശീർഷം അഥവാ മാർഗഴി മാസം എന്ന് പറയുന്നത് വിളവെടുപ്പിൻ്റെ കാലമാണ്. സന്തുഷ്ടിയുടെയും സമൃദ്ധിയുടെയും കാലമാണ്. നല്ല കാലാവസ്ഥയും ചെടികളും പൂക്കളും തഴച്ച് വളരുന്നതുമായ സുന്ദരകാലമാണ്. അതുപോലെ വസന്തകാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാസങ്ങളിൽ താൻ മാർഗഴി മാസമാകുന്നു അഥവാ മാർഗശീർഷം ആകുന്നു. കാലങ്ങളിൽ താൻ വസന്തകാലമാകുന്നു. അപ്പോൾ അതാണ് കാലങ്ങളിലും സകലമാന വസ്തുക്കളിലും ഗുണവിശേഷങ്ങളിലും കാവ്യങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് താൻ തന്നെയാകുന്നു, തൻ്റെ തന്നെ ചൈതന്യമാകുന്നു. അവയെല്ലാം കാണുമ്പോൾ നിങ്ങൾ അവയിലെല്ലാം ഈശ്വരനെ ദർശിക്കൂ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.